ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ECA സ്പോർട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ആരും അധികം വില കൽപ്പിക്കാത്ത ഒരു ഐറ്റം, എന്നാൽ വിദേശ മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. കാര്യം ഇത് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അല്ലെങ്കിൽ ഞെട്ടിപ്പോകും. കാരണം ഇത്തരത്തിലുള്ള ഐറ്റത്തിന് ഇത്രയും അധികം ഡിമാൻഡുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ പറമ്പുകളിലെല്ലാം വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. നമ്മുടെ കൂടെ ആൻജോ ഉണ്ട്. ആൻജോ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ആൻജോ ഒരു കർഷകൻ കൂടിയാണ്. കുറേ നാളുകളായിട്ട് ആൻജോ കർഷക പരിപാടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പൊളിവയറിൻ്റെ ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ ആൻജോയെ സമീപിച്ചു. ആൻജോ പൊളിവയറിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ആൻജോയോട് നമുക്ക് ചോദിക്കാം ഈ പൊളിവയറിൻ്റെ കുറച്ച് വിശേഷങ്ങളെ കുറിച്ച്. ആൻജോ, എന്താണ് ഈ പൊളിവയർ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകപ്പാട് ഒരു തരത്തിൽ പയർ അറിയാവുള്ളൂ. അപ്പൊ അതേക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? അതെ അതെ, നമ്മുടെ നാട്ടിൽ ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കപ്പപ്പയർ, പൊളിപ്പയർ, ഒടിപ്പയർ, അപ്പപ്പയർ, കപ്പപ്പയർ. കാരണം കപ്പ കൃഷിയുടെ ഇടയ്ക്ക് ചുമ്മാ ഇട്ടിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പം ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. അതില് വയനാട്ടിലെ തന്നെ ഏറ്റവും ഫേമസ് കൊളത്താടപ്പയർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. കൊളത്താട അതൊരു പ്രത്യേക ദേശത്തെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പൊ നമ്മളിത് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇളം പച്ച കളറിലുള്ള ബീൻസാ കിട്ടുക. അത് പല കളറിലുണ്ട്. അപ്പോ കൊളത്താടപ്പയർ റെഡ് കളറിലേക്ക് വരും. ഒരു ലൈറ്റ് റെഡ് കളറിൽ കൊളത്താടപ്പയർ വരുന്നത്. അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. അത് ഫീൽ ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ഈ പയർ തന്നെ നമുക്ക് 2 രീതിയിലാണ് കറി വെക്കുന്നത്. അത് മണിയും ഇതിന്റെ അച്ചിങ്ങപ്പയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇതിന്റെ കുറച്ചുകൂടെ പിഞ്ച്, അതിനെ ഒടിച്ച് ഇട്ടിട്ട് നമ്മൾ തേങ്ങയെല്ലാം കൊത്തിയിട്ട് കറി വെക്കുന്നത്. അത് നല്ല ഒരു ഐറ്റം ആണ്. ഇപ്പൊ നമ്മുടെ എല്ലാം വീട്ടിൽ എനിക്ക് ആ ഒരു കറി ഉണ്ടെങ്കിൽ പകുതി ചോറും പകുതി കറിയാണ്. അതിന് അമ്മ എന്നെ ഏറ്റവും കൂടുതൽ വഴക്കുറയുന്ന കാര്യം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിക്കാൻ കൂടില്ല. അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കും. കഴിക്കാൻ നേരത്ത് മാത്രം ഭയങ്കര കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇപ്പൊ ഇവിടുന്ന് വയനാട്ടിലേക്ക് വരേണ്ടി വരും നല്ല പച്ചക്കറി കഴിക്കാൻ. ഈ ഒരു പയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു രീതിയിലും വിഷമടിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിന്റെ ഇടയ്ക്ക് പുഴുക്കുത്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതെ അതെ. അപ്പം നമുക്ക് ഇപ്പൊ പയറാണെങ്കിലും വേറെ ഏത് പച്ചക്കറി ആണെങ്കിലും ചെറിയ പെസ്റ്റിസൈഡ് പ്രയോഗമൊന്നും ഇല്ലാണ്ട് അത് കിട്ടത്തില്ല. നേരെ മറിച്ച് പൊളിപ്പയറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഒരു തോട്ടത്തിന്റെ ഇടവേളയായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്ന് പോകുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. നിങ്ങളിപ്പോ തന്നു നമ്മള് പ്രോസസ് നടക്കുന്നിരിക്കാണല്ലോ. എത്ര ക്വാണ്ടിറ്റി ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അതിനനുസരിച്ച് കർഷകരെ നമുക്ക് അറേഞ്ച് ചെയ്ത് ആ ഒരു നിങ്ങൾ പറഞ്ഞ വെറൈറ്റീസ് ഓഫ് പയറും നമുക്ക് കിട്ടും. ഇതിൽ തന്നെ ഇപ്പം ഇതുള്ളത് ഒരു ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഷെയ്ഡിലുള്ള പയറ കിട്ടുക. അതായത് നമ്മുടെ വൻപയർ എന്ന് പറയുന്നത്. ഇതിന്റെ റെഡ് ഉണ്ട്, ഒരു ബ്ലാക്കും ഇതിനും കൂടെ കൂടി മിക്സ് ആയിട്ട് വരുന്ന കളറുണ്ട്. അത് 3. 4മത്തതാണ് പ്യുവർ റെഡിൽ വരുന്ന കൊളത്താട പയർ. അപ്പം ആ ഐറ്റത്തിന് ഭയങ്കര ഡിമാൻഡാണ്, റേറ്റ് കൂടുതലാണ്. ഒരു ദേശത്ത് മാത്രം ചെയ്യുന്നൊരു സാധനമാണ്. ഈ ഐറ്റങ്ങൾ നമുക്ക് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് സാധാരണ ചെയ്യുന്നത് നമ്മളൊരു വിളയെടുത്തതിന് ശേഷം അത് ആ ഭാഗം ഒന്ന് കൂട്ടി ചുമ്മാ വിതയ്ക്കാം. അപ്പം മഴേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ കൃഷി ചെയ്യാം. രണ്ടാമത് ചെയ്യുന്നത് കപ്പ, അതുപോലെ തന്നെ നമ്മുടെ വാഴ, അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇടയ്ക്ക് ഒരു ഇടവേളയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചെത്തി മൂടുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് എന്തായാലും ഞങ്ങൾക്ക് ഈ പയർ മാത്രമല്ല കപ്പ, വാഴക്ക എല്ലാം ആവശ്യമുണ്ട്. ഞങ്ങൾ എന്തായാലും വയനാട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇനി ഇത്തവണ നിങ്ങളുടെ ഏരിയയിലേക്ക് പ്രത്യേകിച്ച് വയനാട് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ വയനാട്ടുകാരാണെങ്കിലും കൂടുതൽ കൃഷി നമ്മുടെ കർണാടക സൈഡിലേക്കാണ്. അപ്പം അവിടേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പഴയ കാലങ്ങളിലെ കാള കൂട്ടുന്നത് ഒക്കെ നമുക്ക് നിങ്ങളെ പോലെയുള്ള ഇതുപോലെ സാധനങ്ങൾ ചെയ്യുന്ന കർഷകരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ വരുന്നുണ്ട് വയനാട്. നമുക്ക് വലിയൊരു കൂട്ടായ്മയോടുകൂടെ വർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളായതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ കാർഷിക വിളകൾക്ക് ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ അറിയിക്കാൻ. ഞാൻ എന്റെ സുഹൃത്തുക്കളോടെല്ലാം പറയുന്നുണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട് ഇനി മുമ്പോട്ട് നല്ല സാധ്യതയാണ്. കാരണം കൃഷിക്കാരുടെ എണ്ണം കുറയുകയും ഭക്ഷണത്തിന്റെ ആവശ്യം കൂടുകയും ചെയ്യുകയാണ്. അതിൽ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം കൂടെ ആണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ലോകം മുഴുവനുണ്ട്, നമുക്ക് എല്ലാ സാധനവും
ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളെപ്പോലുള്ള നല്ല കർഷകരെയാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഇദ്ദേഹത്തെയൊക്കെ മാക്സിമം ഉപയോഗിക്കാം. നമുക്ക് മറ്റു പ്രോഡക്റ്റുകളിലേക്കും ഇവരുടെ ശ്രദ്ധ നമുക്ക് കൊടുക്കാം. ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അത് പുളിവേർ നല്ല വലിപ്പമുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള പുളിവേറാണ്. ഇതിങ്ങനെ നമ്മൾ നിന്ന് പൊളിച്ച് റെഡിയാക്കി പയറാക്കി അയക്കുകയാണ്. ഇത് വിദേശത്ത് ഒരുപാട് വലിയൊരു മാർക്കറ്റാണുള്ളത്. സാർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ഈ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ട് മറ്റു രാജ്യങ്ങളിൽ. അതെ അല്ലേ? കാര്യം നമ്മുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഇപ്പോൾ പൊളിവേർ മാത്രമല്ല, ചേമ്പ്, കാച്ചില്, അതുപോലെ ചേന, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്ക് വിദേശത്ത് ഒരുപാട് ഡിമാൻഡാണ്. കാന്താരി. ഈ പയർ ഇവിടുന്ന് ഇപ്പോൾ പ്രോസസ് ചെയ്ത് പോകുമ്പോഴേ ഇപ്പോൾ ഏതൊക്കെ രാജ്യത്തേക്ക് ഇത് കൂടുതൽ പോകുക? ഇതിപ്പോൾ കൂടുതൽ പോകുന്ന ഓസ്ട്രേലിയ, UK, കാനഡ, അങ്ങനെ പല രാജ്യങ്ങൾക്കും നല്ല ഡിമാൻഡാണ്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് അതിനുള്ളൊരു പ്രാധാന്യം അറിയില്ല. ഇപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി, അതായത് 45 ദിവസം കൊണ്ട് ഇത് ഗ്രോ ചെയ്യും. സാർ ഇപ്പോൾ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് എത്ര ശതമാനം ഈൽഡ് കിട്ടും ഇതിനകത്ത് ഇങ്ങനെ ഒരു പൊളിവേറായിട്ട് വന്നു കഴിയുമ്പോൾ? നോർമലി ഇതിനൊരു 50% ഈൽഡ് കിട്ടുന്നത്. അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പ് നമ്മൾ പറിക്കണം. അതുപോലെ അതിൻ്റെ കറക്റ്റ് ടൈമിൽ അത് പ്രോസസ്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് അതിന് നല്ല ഈൽഡ് കിട്ടുന്നത്. കാരണം കൂടുതൽ അത് പഴുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് പോയി. ഇത് അതുപോലെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ത്യൻസ് ആണോ, അത് മലയാളീസ് ആണോ, അത് അവിടെയുള്ളവരാണോ ഇത് കൂടുതൽ കഴിക്കുക? ഇത് അവിടെയുള്ളവർക്കും വലിയ താല്പര്യമാണ്. നമ്മുടെ ആളുകളും ഒരുപാട് കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം കേട് വന്നതോ അങ്ങനെ പൊട്ടും കൂടിയുള്ളതോ ഒക്കെ മറ്റുള്ളവർ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പ്രോസസ്സിങ്ങിൽ തന്നെ ഇതിനെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ അതിനെ നമ്മൾ നോക്കുകയും അതിനകത്ത് കേടായ ഏതെങ്കിലും പയറൊക്കെ അതിനെ ഫെബ്രിക്കേറ്റ് ചെയ്യും. അതിനെ പിന്നെ ശരിയായ രീതിയിൽ വാഷ് ചെയ്ത് അതിനെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് വീണ്ടും അതിനെ പാക്കറ്റിലാക്കി പാക്ക് ചെയ്തിട്ടാണ് ഇത് ഫ്രോസൺ ആയിട്ട് അയക്കുന്നത്. കാരണം ഇത് ഡ്രൈ ആയിട്ടല്ല. ഇതിന്റെ വേറെ പ്രത്യേകത, ഇത് തന്നെ ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഇത് മൂത്ത് കഴിയുമ്പോൾ ഇത് ഉണക്കിയിട്ട് അത് വൻ പയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ രീതിയിൽ ഇതിപ്പോൾ ഒന്ന് ഫ്രോസൺ ആയിട്ടാണ്. ഫ്രോസൺ ആയിട്ടുള്ളതിനാണ് കൂടുതൽ ഡിമാൻഡ്. ഫ്രോസൺ ഐറ്റംസിനാണ് കൂടുതൽ ഡിമാൻഡ്. കാരണം ആ ഒരു നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നതിനും. ഇത് അവിടെ ചെന്ന് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതെ, ഫീലിംഗ്. കാരണം നമ്മളിത് -40 ബ്ലാസ്റ്റ് ഫ്രീസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് -18 സ്റ്റോർ ചെയ്യും. പിന്നെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും. ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഘട്ടത്തിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് പൊളിച്ച പൊടിപ്പേർ നമ്മളടുത്ത് ജസ്റ്റ് ഇത് വാഷ് ചെയ്തിട്ട് ആണ് ഇത് നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലിട്ട് അത് വാഷ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ ഈ RO വാട്ടർ ഒക്കെ ഉപയോഗിച്ചാണ് ഇത് വാഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ RO വാട്ടർ ഉപയോഗിച്ചുള്ള വെള്ളം, ആ വെള്ളം ആണ് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കും. വെള്ളം വാർന്നു പോയ ശേഷമാണ് ഇത് നേരെ നമ്മൾ പൗച്ചിൽ പാക്ക് ചെയ്തിട്ട് പിന്നെ അത് നേരെ ഇത് ഫ്രീസ് ചെയ്യണം. ഇപ്പോൾ സാറിൻ്റെ ഒരു അസംഷനിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇത് എത്ര ടണ്ണിൻ്റെ വരെ നമുക്ക് റിക്വയർമെൻറ്റ്? ഏകദേശം നമുക്കൊരു 10-15 ടണ്ണ് വരെ ഒരു മാസം നമുക്ക് റിക്വയർമെൻറ്റ്, അതായത് നിലവിലുള്ള ഓർഡറുകൾ വെച്ചിട്ട്. പക്ഷെ കൂടുതൽ എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയധികം ഓർഡർ ഉണ്ടാവും. കാരണം ഈ ഐറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. ഒരു ദോഷമില്ലാത്ത ഐറ്റമാണ്. തന്നെ ഇതിനകത്തൊന്നും ഒരു വിഷവും ചേർക്കാത്ത നാടൻ ആളുകൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഐറ്റമാണ്. അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മളിത് കയറ്റി വയ്ക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര ഇതുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് ശരിക്കും ഞാൻ ആഫ്രിക്കയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പയർ ഐറ്റംസ്, ബീൻസ് ഐറ്റംസ് ആളുകൾ ഒരുപാട് ഫുഡിൽ കഴിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ ആളുകളുടെ അവരുടെ ഒരു ലോങ് ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുപോലെ ഓസ്ട്രേലിയയിലേക്കാണെങ്കിൽ ചില ഏരിയയിലുള്ള ആളുകൾ ഒരുപാട് ലോങ്, കാരണം അവർ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇതുകൊണ്ട് ഇത് പാക്ക് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ നമ്മളിട്ട് 400 ഗ്രാം ഇത് വെച്ചിട്ടാണ് അത് പാക്ക് ചെയ്യുന്നത്. ആ കവറുകൾ 400 ഗ്രാമിൻ്റെ നോക്കി അത് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് 400, 500 ആ രീതിയിലനുസരിച്ച് പാക്ക് ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മളൊരു കാർട്ടൺ ബോക്സിലാക്കി അത് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പയറുകൾ ഇവിടെ കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും ഡിമാൻഡുണ്ട്. നാട്ടിൽ കൂടാതെ പുറത്തേക്ക് കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി പോലുള്ള ഐറ്റങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്. നമുക്കിവിടെ എന്താണ് കർഷകനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഇപ്പം കപ്പ ഉണ്ടാക്കുന്നു, ചക്ക ഇതുകൊണ്ട് ചെയ്യുന്നു. എന്ത് ചെയ്താലും കർഷകനെ സംബന്ധിച്ച് അവന് ഈ കപ്പ ഉണ്ടാക്കി 20 രൂപയ്ക്ക് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ 25 രൂപയ്ക്ക് കൊടുക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ഈ 20 രൂപയ്ക്ക് 25 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഈ കപ്പ ഉണ്ടാക്കുന്ന ആൾക്ക് എന്താണ് കിട്ടുന്നത്? അതിനകത്ത് കുറേ കപ്പ എലി ഇതിനും, കുറേ കപ്പ ഇതൊരു പാക്കറ്റ് വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇതാണ് ഒരു പാക്കറ്റ് 400 ഗ്രാം എന്ന് പറയുന്നത്. കണ്ടോ എത്ര വളരെ ഭംഗിയായിട്ട് 400 ഗ്രാം പാക്കിങ് വന്നു. ഫ്രീസിങ്ങും ബ്ലാസ്റ്റിങ്ങും ഫ്രീസിങ്ങും കഴിഞ്ഞ് കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ ഇതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ അവർക്ക് ഇതേ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഫ്രീസിങ്ങിന്റെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അത് നമ്മൾ ആ രീതിയിൽ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കർഷകർ പലപ്പോഴും ചെയ്യുന്നത് ഒരു കപ്പ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ഇതാണെങ്കിലും അവരെ സംബന്ധിച്ച് ആ ഒരു നിസ്സാര മാർജിനാണ് അവർക്ക് കിട്ടുന്നത്. കാരണം അവരതിൽ കൂടുതൽ ചിന്തിക്കുന്നില്ല. കാരണം ഒരു തോട്ടത്തിൽ കപ്പ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ എലി കൊണ്ടുപോകും, കുറേ അത് വേരായിട്ട് പോകും, അങ്ങനെ ഇതെല്ലാം ചെയ്തു വരും നിസ്സാര ഒരു മാർജിൻ. അപ്പം ഏത് ഐറ്റവും ഇവിടെ കർഷകന് വില കിട്ടാത്തതുകൊണ്ടാണ് അവരുണ്ടാക്കാത്തത്. അതേസമയം ഇതുപോലെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് പ്രൈവറ്റ് കമ്പനികളോ ഇത്തരം സംഭവം മുൻകൈ എടുത്ത് ഇത് വിദേശത്തേക്ക് കയറ്റിവിടുന്നതിനുള്ള ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യും, വില കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാൻ വിയറ്റ്നാമിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെന്നപ്പം നമ്മുടെ നാട്ടിലെ പല മീനും എന്ന് വെച്ചാൽ വളർത്തു മീനുകളൊക്കെ അവിടെ ബൾക്കായിട്ട് ഉണ്ടാക്കി അവർ പ്രോസസ്സ് ചെയ്ത് കർഷകരെ കൊണ്ട് ഉണ്ടാക്കി അത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ സംവിധാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടെ ഏത്തക്കൊലകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് പുറത്തേക്ക്, അതുപോലെ പയറ് ഡിമാൻഡാണ്. ഇങ്ങനെ ഡിമാൻഡുള്ള ഐറ്റം കൂടുതൽ ഉണ്ടാക്കിച്ച് അവരെ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞൊരു ഇത് ചെയ്ത് ആ ഒരു സംവിധാനം നടന്നാൽ കർഷകരെല്ലാം ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് വില കിട്ടും. അപ്പം അത് സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ ഇതിനൊരു പ്രാധാന്യം കൊടുക്കാത്തത്. ശരിക്കും സാർ പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ കൃഷിക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും പല ഏരിയ ആളുകൾക്ക് അറിയില്ല. ഇപ്പൊ പയറൊക്കെ സത്യത്തിൽ ഇങ്ങനെ പൊളിപയർ എന്നുള്ള കയറ്റുമതി എന്നുള്ള ആദ്യമായിട്ട് കേൾക്കും. പൊളിപയർ കയറ്റം എന്ന് പറഞ്ഞാൽ പൊളിപയർ നമുക്കിപ്പോൾ എത്ര ടൺ ഉണ്ടെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് പല കമ്പനികളും നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പം അത്രയധികം ഡിമാൻഡ് നമ്മൾ പുറത്തുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യണം, ഡിമാൻഡുള്ള ഐറ്റങ്ങൾ എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതനുസരിച്ച് അത് അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ സമയം ഇപ്പം ഇത് നമ്മളിപ്പോൾ അടുത്ത് വീണ്ടും ചെയ്യാനായിട്ട് ഓർഡറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയോ കർഷകർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് റെഗുലർ ഇൻകം കിട്ടും. അല്ല, ശരിയായ രീതിയിൽ ഇപ്പോൾ ഈ ഇങ്ങനെ പ്രോസസ്സും ഇങ്ങനെ എൻക്വയറി ഒക്കെ വരണോണ്ട് ഇവിടുത്തെ കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളെ കുറിച്ച് ഇനിയും എനിക്ക് തോന്നുന്നു പലപ്പോഴായിട്ട് കാണിക്കാൻ പറ്റും കർഷകർ. കാര്യം ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് പൊളിപയർ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത് ഇത് നമുക്ക് കുറച്ച് വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ നിർത്തി അവർക്ക് അത്രയും ആളുകൾക്ക് അവർക്കൊരു ഇത് ജോലി കിട്ടുന്നു. ഇതുണ്ടാക്കുന്ന കർഷകർക്കൊരു ഇത് കിട്ടുന്നു. ഫ്രീസിങ് പ്ലാന്റിൽ ഇത് കിട്ടുന്നു. അങ്ങനെ പല മേഖലയിലുള്ള ആളുകൾക്കാണ് ഒരു ബിസിനസ് നടക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് കയറ്റിവിടാനുള്ള, പ്രത്യേകിച്ച് ഒരു നാടിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ എക്സ്പോർട്ടാണ്. ഒരു നാടിൻ്റെ ഒരു കൺട്രിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് എക്സ്പോർട്ടാണ്. കാരണം ഡൊമസ്റ്റിക് യൂസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരം സാധനങ്ങൾ എക്സ്പോർട്ട് പോകുമ്പോൾ വിദേശ നാണ്യം നേടിത്തരികയും നമ്മുടെ നാട്ടിൽ അത്രയും ആളുകൾക്ക് ഗുണമാവുകയും ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഇവിടെ ശരിക്കും കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. ഇപ്പോൾ സ്വന്തം വീട്ടുമുറ്റത്ത് ചെയ്യാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഇടവളയായിട്ട് ചെയ്യാവുന്നതാണ്. ഈസി ചുമ്മാ വെതറിയാൽ മതി. ഇത് വെറുതെ നമ്മൾ വെതറി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാവും, 45 ദിവസം കൊണ്ടുണ്ടാവും. അപ്പം ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം അത്തരം ഇത് കൂടുതൽ നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇതുപോലെയുള്ള പല പച്ചക്കറികളും നമുക്ക് പല പച്ചക്കറി ഇത് മാത്രമല്ല പല പച്ചക്കറി. ഞാനിപ്പോൾ വയലറ്റ് കാച്ചിലിൻ്റെ കാര്യം പറഞ്ഞു. വയലറ്റ് കാച്ചിൽ ഭയങ്കര ഡിമാൻഡുണ്ട്. കാരണം അതിന് ഔഷധ ഗുണമുള്ളതാണ്. അപ്പം അത് നമ്മൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി സാധ്യത വയലറ്റ് കാച്ചിലുണ്ട്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ചേമ്പ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള സാധ്യത മാത്രമല്ല ഇവിടെ ഒരുപാട് സാധ്യത. ഇപ്പം ഞാൻ പറയുന്നത് ഇതിവിടെ പാക്കറ്റ് ചെയ്ത് പാക്കാക്കി ഫ്രോസൺ ആക്കി ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കൊടുത്താൽ ആളുകൾ മേടിച്ചോണ്ട് പോലെ. ആളുകൾക്ക് എന്താ വെച്ചാൽ ഇപ്പം ബിസി ആയിട്ടുള്ള ആളുകൾക്ക് ഇതിപ്പം പൊളിക്കാനും ഇതിനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുത്താൽ തന്നെ നന്നായിട്ട് മേടിക്കും.
ആൾക്കാർ, കാരണം നല്ല ഹെൽത്തി ആയിട്ട് നല്ല സാധനമാണ്. അല്ല, പച്ചക്കറികൾ നമ്മളിവിടെ ശരിയായ രീതിയിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിച്ചത് വിദേശത്ത് മാത്രമല്ല, ഇവിടെയും ആളുകൾക്ക് ഇതിന് റിക്വയർമെന്റ് കൂടുതൽ, ആളുകൾ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണോ കർഷകർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണോ അധികം അവർക്കത് അവരുണ്ടാക്കി ഉത്പാദനം നടത്തി കഴിഞ്ഞാൽ വാങ്ങാൻ ആളില്ലാത്ത, പക്ഷെ വാങ്ങാൻ ആളില്ല എന്നുള്ള ചിന്ത വേണ്ട ഇവിടെ സത്യത്തിൽ. വാങ്ങാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എറണാകുളത്തൊക്കെ പല സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഞാൻ കാണുന്നത് ചെറിയ ഉള്ളി, അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് ഗാർലിക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പാക്കറ്റ് ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോവാണ്. ചക്കക്കുരു എല്ലാ സാധനവും, കാരണം സമയമില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ നാട്ടിലും ഇത് പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ വരുമ്പോൾ എന്താ പ്രൊഡക്ഷൻ കൂടും. അപ്പം അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾക്ക് പൊളിവേർ മാത്രമല്ല കേട്ടോ, ഇനി വേറെ താമരപ്പയറുണ്ട്, പല പല ഐറ്റങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസിനും നമുക്ക് വിദേശത്തും അതുപോലെ തന്നെ ഇവിടെ നല്ല ഡിമാൻഡുണ്ട്. പക്ഷേ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസൊക്കെ പല കർഷകരെയും എനിക്ക് തോന്നുന്നു അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് പ്രചോദനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത്രയും കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, കൂടുതൽ വിദേശത്തുള്ളവർക്കും സാധനങ്ങൾ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാർഷിക വൃത്തികളിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ, ഈ പൊളിപ്പയർ പോലുള്ള ഐറ്റങ്ങൾ. ഇതിൻ്റെ ഒരു ഹെൽത്തി ഇത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെപ്പോഴും ഇവിടെ അൽഫാമും കുഴിമന്തിയും കഴിക്കാൻ വേണ്ടിയാണ് ഇപ്പം ആളുകൾക്ക് താല്പര്യം, പുതിയ തലമുറയ്ക്കൊക്കെ. പക്ഷേ ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പച്ചക്കറി, ഇപ്പം ഇലക്കറികൾ ആരാണ് കഴിക്കുന്നത്? ഇപ്പം ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങയില, എക്സ്പോർട്ടിന് ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്, മുരിങ്ങയില ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചീരയിലേക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. അപ്പം ഇതൊക്കെ നല്ല ഹെൽത്തി, ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ കുഴിമന്തി, അൽഫാം അല്ലേ? നിങ്ങളുടെ പെരുമ്പാവൂർ തന്നെ എനിക്ക് തോന്നുന്നത് എത്ര അല്ല, ഇതിനൊക്കെ ചേഞ്ചസ് വരും. കാരണം ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് സത്യത്തിൽ പലർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കഴിക്കും, പലപ്പോഴും പറയുന്നുണ്ട് ഇവിടുത്തെ നല്ല സാധനങ്ങൾക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യും, അത് ഇവിടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സത്യത്തിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം ആളുകൾക്ക് ഇല്ലാതെ പോയി. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. എന്തായാലും ഇതുപോലെ ഉള്ള വീഡിയോസും ഇതുപോലുള്ള കാര്യങ്ങളും ഓപ്പണായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കർഷകർക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ കൃഷിയൊക്കെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല ഇത് മാത്രമല്ല, നല്ല നല്ല വീഡിയോസും നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. കാര്യം ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം, അത് പ്രോസസ്സ് ചെയ്യാം, പാക്ക് ചെയ്യാം. അപ്പോൾ ആ ഡിമാൻഡുകൾ ആളുകളിലേക്ക് നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഇതുണ്ടാവും. എല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സ്പോർട്സിൽ കൂടെ ഇതിലൂടെ നല്ല നമുക്കിത് കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കാനും പറ്റും. കർഷകർ എത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അവർക്കത് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യാം. നല്ല ഒരു ഗോൾഡൻ ഇതാണ് നമ്മുടെ ഈ പയർ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ഇങ്ങനെ പല ഐറ്റംസും നമുക്ക് എന്തായാലും എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിക്കാം. അതെ, കർഷകർക്കും ഒരു മോട്ടിവേഷൻ. മറ്റെന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇങ്ങനെ ഡിമാൻഡുള്ളത് നമുക്ക് നോക്കാം. വേറെയും ചില പ്രൊഡക്റ്റുകളുണ്ട്, അതും നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് വേറെയും ചില പ്രൊഡക്റ്റുകളുണ്ട്, അതും നിങ്ങളെ കാണിക്കാം.